എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാത്രമല്ല വേറെയും കുറെ റൈഡുകളുണ്ട്. ലണ്ടനിലുള്ള അത്ര വലുതല്ലെങ്കിലും ഇവിടെയും ഒരു മാഡം തുസാഡ് വാക്സ് മ്യൂസിയം. നിങ്ങൾക്ക് സീ ലൈഫ് കാണാനായിട്ട് ആഗ്രഹമുള്ളതിന്റെ മുകളിൽ കൂടെ നമുക്ക് നടക്കാനും നല്ല മനോഹരമായ ഒരു വ്യൂ കാണാം. സമയം ഇപ്പോൾ രാവിലെ 7:30. ഞങ്ങളിന്ന് ബ്ലാക്ക് പൂള് ട്രിപ്പ് പോകാനായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേര് മാത്രമല്ല, ഞങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിലത്തെ എല്ലാ ആളുകളും ഉണ്ട്. ഞങ്ങൾക്ക് പോകാനായിട്ട് ഒരു ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ടാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഒരു ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഊബറിൽ കയറി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിൽ നമുക്ക് ആ ലൊക്കേഷനിലെത്താം. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ വണ്ടിയൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ആളുകളൊക്കെ പതുക്കെ വന്നു തുടങ്ങിയിട്ടുള്ളൂ. തിങ്കൾ മുതൽ വെള്ളി വരെ ജോലി. ഈ സെയിം റൂട്ടീൻ തന്നെ ഫോളോ ചെയ്ത് ആളുകൾക്ക് മതി. അപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ വിചാരിച്ചു എല്ലാവർക്കും കൂടി ഒരുമിച്ചൊരു ടൂർ പോയി കഴിഞ്ഞാൽ അത് നന്നായിരിക്കുന്നു. ഇപ്പോൾ സമ്മറൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയമാണ്. അതുകൊണ്ട് വെതറും നല്ല വെതറാണ്. ഞാനും വൈഫും ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനി ചെലവിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ട്രിപ്പ് കിട്ടി. ബസ്സിൽ കയറി ഏകദേശം നടുക്കിലായിട്ട് ഞങ്ങൾ സീറ്റ് പിടിച്ചു. വൈഫ് സൈഡ് സീറ്റിലിരുന്നു. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആ വിൻഡോ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ നല്ല രീതിയിൽ സൺലൈറ്റ് ഉള്ളിലേക്ക് വരുന്നുണ്ട്. ലെസ്റ്ററിൽ നിന്ന് 2.5 മണിക്കൂറാണ് ബ്ലാക്ക് പൂളിലേക്ക് നമുക്കുള്ളത്. പോകുന്ന വഴിക്ക് നമ്മൾ സ്റ്റോക്ക് ഓൺ ട്രെൻഡിലുള്ള ഈ എഫിനിറ്റി ഷോപ്പിംഗ് മാളിൽ ഒന്ന് കയറി. ബ്രാൻഡഡ് സാധനങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ വിലക്കുറവിൽ കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. നൈക്ക് ക്ലിയറൻസ് സ്റ്റോർ, മാർക്ക് ആൻഡ് സ്പെൻസർ, നെക്സ്റ്റ് ഔട്ട്ലെറ്റ്, സ്കെച്ചേഴ്സ്, സ്പോർട്സ് ഡയറക്റ്റ്, അങ്ങനെ കുറേയധികം ഷോപ്പുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഒരു 2 നിലയുള്ള ബിൽഡിംഗ്. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോറിൽ ആദ്യം കാണുന്നത് ഈ സ്കെച്ചേഴ്സിൻ്റെ ഷോപ്പാണ്. അപ്പോൾ ഇവിടെ വിലക്കുറവുണ്ടോ എന്നറിയാനായിട്ട് ഞങ്ങളൊന്ന് കയറി നോക്കി. മെൻസിൻ്റെയും ലേഡീസിൻ്റെയും കിഡ്സിൻ്റെ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഷൂവിൻ്റെ സെലക്ഷൻസ് ഇവിടെയുണ്ട്. കമ്പാരിറ്റീവ്ലി റേറ്റും കുറവാണ്. ഞാൻ ഓൾറെഡി ഒരു സ്കെച്ചേഴ്സിൻ്റെ ഷൂ മുമ്പ് വേറൊരു ഷോപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ആ സെയിം മോഡലിന് ഇവിടെ കുറച്ച് റേറ്റ് വ്യത്യാസമുണ്ട്. 70 പൗണ്ടൊക്കെ ഉള്ള ഷൂവിന് ഇവിടുത്തെ റേറ്റ് 49 പൗണ്ടാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അടുത്തൊരു ഷോപ്പിൽ കയറിയിട്ട് വൈഫിന് കമ്മലും മാലയ്ക്ക് മേടിച്ചു. പിന്നെ ഞങ്ങൾ നൈക്ക് ക്ലിയറൻസ് ഷോപ്പിലേക്കാണ് പോയത്. ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു ഇത് ഓപ്പൺ ചെയ്യുന്നതിനായിട്ട്. അപ്പോൾ അവിടെ എന്തൊക്കെ ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് അറിയാനായിട്ടാണ് ഞങ്ങളൊന്ന് കയറി നോക്കിയത്. അങ്ങനെ അവിടെയുള്ള ഒട്ടുമിക്ക കടകളിലും കയറി ഇറങ്ങി ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ അടുത്തുള്ള ഒരു കഫേയിൽ കയറിയിട്ട് ഒരു മൊയ്ത്തോയും ഒരു മാംഗോ ഷേക്ക് കുടിച്ചു. ഇനിയാണ് നമ്മൾ മെയിൻ ലൊക്കേഷനിലേക്ക് പോകുന്നത്, ബ്ലാക്ക് പൂൾ. ബസ്സിൽ കയറി 1.5 മണിക്കൂറിന് ശേഷം ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തി. ബസ് പാർക്ക് ചെയ്ത് നേരെ നമ്മൾ കാണുന്നത് ഐക്കോണിക് ആയിട്ടുള്ള ബ്ലാക്ക് പൂൾ ടവറാണ്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് നമുക്ക് കയറാനായിട്ട് പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ എത്തിയിട്ട് പറയാം. പാർക്കിൽ നിന്നൊരു 15 മിനിറ്റ് നടന്നാലാണ് ബീച്ച് സൈഡിലേക്ക് നമ്മൾ എത്തുക. ഈ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ബീച്ചായി. റോഡിൽ കൂടി കുതിര സവാരിയൊക്കെ പോകുന്നുണ്ട്. ഒരു ചെറിയ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ചുറ്റിക്കറങ്ങി കാണാനായിട്ട് പറ്റും. ഇന്ന് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല രീതിയിലുള്ള തിരക്ക് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങ് നേരെ ബീച്ചിനോട് ചേർന്ന് ഒരു ജയന്റ് വീല് കാണാം. നമ്മുടെ നാട്ടിൽ കുളങ്ങളിലൊക്കെ ഇറങ്ങാനായിട്ട് സ്റ്റെപ്പുകളൊക്കെ പണിയാറില്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെ ബീച്ചിലും പണിതിരിക്കുന്നത്. തീരെ ആഴമില്ലാത്ത ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ. നമുക്ക് പേടിക്കാതെ തന്നെ ഇറങ്ങി കുളിക്കാനായിട്ട് പറ്റും. ഈ ബീച്ചിൻ്റെ സൈഡിലായിട്ട് കുറേയധികം റെസ്റ്റോറൻറ്റുകൾ, വാട്ടർ പാർക്കുകൾ, അഡ്വഞ്ചറസ് റൈഡുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ നേരെ കാണുന്നതാണ് കോറൽ ഐലൻഡ്. ഇവിടെ അഡ്മിഷൻ ഒന്നുമില്ല, ഫ്രീ ആയിട്ട് നമുക്ക് കയറാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ ഗെയിംസ് ഉണ്ട്, കസിനോസ് ഉണ്ട്, ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് ഒക്കെ അവൈലബിൾ ആണ്. കുട്ടികളായിട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ഫുഡ് ഫ്രീ ആണ്. കുതിരവണ്ടി മാത്രമല്ല, നമുക്കിവിടെ എല്ലാം കാണാനായിട്ട് ട്രാമും അവൈലബിൾ ആണ്. പുതിയ ട്രാമുകൾ മാത്രമല്ല, പഴയ ഹെറിറ്റേജ് ട്രാമുകളും സൈറ്റ് സീയിങ്ങിന് ഇവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്നതാണ് ഐക്കോണിക് ആയിട്ടുള്ള ബ്ലാക്ക് പൂൾ ടവർ. പാരീസിലുള്ള ഈഫിൽ ടവറിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു ടവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പല ഭാഗങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈഫിൽ ടവറിൻ്റെ ചെറിയൊരു മാതൃക ഇതിന് തോന്നിച്ചേക്കാം. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയി കഴിഞ്ഞാൽ സ്കൈ വാക്ക് ഉണ്ട്. ഫുൾ ഗ്ലാസ് ആണ് അടിയിലിട്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് നടക്കാനും നല്ല മനോഹരമായൊരു വ്യൂ കാണാനും നമുക്ക് പറ്റും. ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് രാത്രിയാണ് ഈ ടവർ കാണാനായിട്ട് ഏറ്റവും കൂടുതൽ ഭംഗി. ഇതിലേക്ക് കയറാനായിട്ടുള്ള ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. 12 മുതൽ 18 പൗണ്ട് വരെയാണ് ഓൺലൈനിൽ ടിക്കറ്റ് റേറ്റ് കാണിക്കുന്നത്. ഇത് സീസൺ അനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. ഇപ്പം നമ്മൾ നടന്നു പോകുന്ന ഒരു സീ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെയാണ്. ഇങ്ങനത്തെ ഒരു 3 ബ്രിഡ്ജ് ഇവിടെ അടുത്തടുത്തായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റുകളും ബാറുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. കുറേ ആളുകൾ ഇവിടെ ഇരുന്ന് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ ബ്രിഡ്ജിൻ്റെ അടിഭാഗം, നടക്കുന്ന ഭാഗം മരപ്പലക കൊണ്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ വിലക്കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് നടക്കുമ്പോൾ. കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്ത് അടുത്ത ഡെസ്റ്റിനേഷൻ കാണാനായിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ലണ്ടനിലുള്ള അത്ര വലുതല്ലെങ്കിലും ഇവിടെയും ഒരു മാഡം തുസാഡ് വാക്സ് മ്യൂസിയം ഉണ്ട്. ഇവിടെയും ടിക്കറ്റ് നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നടക്കുമ്പോൾ ഒരു സൈഡിൽ ഫുള്ള് സ്ട്രീറ്റ് ഫുഡ്സ് ആണ്. ഇവരുടെ മെയിൻ ഐറ്റമായ ഫിഷ് ആൻഡ് ചിപ്സിൻ്റെ ബോർഡാണ് എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് സീ ലൈഫ് കാണാനായിട്ട് ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ അതും ഇവിടെയുണ്ട്. നിങ്ങൾ ഇതൊക്കെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് വേണം വരാനായിട്ട്. വേണമെങ്കിൽ നമുക്ക് സീ ലൈഫിൻ്റെയും ബ്ലാക്ക് പൂൾ ടവറിൻ്റെയും മാഡം തുസാഡ്സിൻ്റെയും ടിക്കറ്റ് ഒരുമിച്ച് കമ്പൈൻ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ 3 ടിക്കറ്റും കൂടി എടുക്കുമ്പോൾ നമുക്ക് 36 പൗണ്ടാണ് ഒരു അഡൽറ്റിന് വരുന്നത്. 2500 പരം അക്വാട്ടിക് ക്രീച്ചേഴ്സ് നമുക്ക് ഈ സീ ലൈഫിൽ കാണാനായിട്ട് പറ്റും.
ഈ ട്രാമിന്റെ തൊട്ട് ബാക്കിൽ കാണുന്നതാണ് പ്ലഷർ ബീച്ച്. യുകെയിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് റോളർ കോസ്റ്റർ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ചില സാഹചര്യങ്ങളിൽ ഈ റോളർ കോസ്റ്റർ പകുതി വെച്ച് നിൽക്കാറുണ്ട്, കംപ്ലൈന്റ് കാരണോ കാലാവസ്ഥ കാരണമൊക്കെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ മുകളിൽ നിന്ന് നടന്നിറങ്ങേണ്ടതായിട്ട് വരും. ഇതിന്റെ ഉള്ളിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാത്രമല്ല വേറെയും കുറെ റൈഡുകളുണ്ട്. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണമെങ്കിൽ അഡൽസിന് 33 പൗണ്ടും 11 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 28 പൗണ്ടാണ് ചാർജ് വരുന്നത്. ഇത് പീക്ക് ടൈം അനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടായിരിക്കും. സമയം ഏകദേശം വൈകിട്ട് 6 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ കയറിയ പോലത്തെ ഒരു സീ ബ്രിഡ്ജ് ആണ് ഇതും. ഇവിടെ കൂടുതലും റൈഡുകളാണുള്ളത്. ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കയറാനായിട്ടുള്ള റൈഡുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഈ കടലിന് വേലിയേറക്ക സമയങ്ങളുണ്ട്. നമ്മൾ വന്ന സമയത്ത് ഈ ബ്രിഡ്ജിന്റെ അടിയിൽ നിറയെ വെള്ളമായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും, ഇപ്പൊ തീരെ വെള്ളമില്ല. ഈ ജൈന്റ് വീലിൽ കയറാനായിട്ടുള്ള ടിക്കറ്റ് എടുക്കാനാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഒരാൾക്ക് 5 പൗണ്ടാണ് ചാർജ് വരുന്നത്. അങ്ങനെ കുറച്ചു നേരം അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി ഒരു സോവനിയറൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് ബസ്സിലേക്ക് പോയി. ബസ്സിന്റെ അവിടെ എത്തിയപ്പോൾ ഞങ്ങളൊരു വലിയ ബ്ലൂടൂത്ത് സ്പീക്കർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് റൂട്ടിലും വെച്ച് പാട്ടും വെച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കമ്പനിയിലത്തെ ആൾക്കാർ. ഇത് കണ്ടപ്പോൾ തൊട്ടപ്പുറത്തെ ബസ്സിലുണ്ടായിരുന്ന കുറച്ച് കോളേജ് സ്റ്റുഡൻസും ഡാൻസ് കളിക്കാനായിട്ട് ഞങ്ങളുടെ കൂടെ കൂടി. അങ്ങനെ അരമണിക്കൂറത്തെ ഡാൻസിന് ശേഷം ഞങ്ങൾ തിരിച്ച് ലെസ്റ്ററിലേക്ക് ബസ് കയറി.